പെൺപിള്ളേരുടെ തല്ലുകൊണ്ടേ ചേട്ടന്മാര് നാണം കെടണ്ട. ആരവ് ഞങ്ങൾക്കൊപ്പം ഇല്ല. അങ്ങനെ ഒരാൾ ഈ ഹോസ്റ്റലിനകത്തും ഇല്ല. ആരവുമായിട്ടുള്ള പരിചയത്തിന്റെ പേരില് പോലീസ് ഞങ്ങളെ ചോദ്യം ചെയ്തു കഴിഞ്ഞ് തിരിച്ചു പോയതാ. ആരവ് എവിടെ ഉണ്ടെന്നേ ഞങ്ങളോടല്ല നിങ്ങൾ ചോദിക്കേണ്ടത്, പോലീസിനോട് പോയി ചോദിക്ക്. ഞങ്ങളെ തേടി നിങ്ങൾ ഇവിടെ വരേണ്ട കാര്യമില്ല. എന്റെ കുട്ടികൾ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? ഈ പ്രശ്നത്തിന്റെ പേരിൽ എന്റെ കുട്ടികളെ വേട്ടയാടാൻ ഞാൻ അനുവദിക്കില്ല. പിള്ളേരെ, മുമ്പിൽ എന്ത് തടസ്സം വന്നാലും ഇതിനകത്ത് ഒരു സെർച്ച് ചെയ്തിട്ടേ ഞാൻ പോകും. ആരെ വീണാത്തുണ്ടെങ്കിൽ അവനെ ഞാൻ പൊക്കും. അപ്പൊ ചേട്ടൻ നമ്മുടെ കൈക്ക് പണിയാവും. അണ്ണാ അണ്ണാ തോറ്റി അണ്ണാ എന്തോന്ന് അറിയത്തില്ല. ഒരു തലറക്കും തോക്ക് പിടിക്കും. അണ്ണാ ഓക്കെ ആണോ? ഓക്കെ അല്ല വണ്ടിയിൽ കൊണ്ടാക്ക് ദേഹം കുഴയുന്നടാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. അണ്ണാ എന്തു പറ്റണ്ട? അയ്യോ വണ്ടി എടുക്ക. പാവങ്ങള് പരാജയപ്പെടുമെന്നായപ്പോ രക്ഷപ്പെട്ടു പോവാൻ നടത്തിയ നാടകമായിരിക്കും ഈ തലകറക്കം. അവരന്വേഷിച്ചു വന്ന ആൾ ഇതിനകത്തുണ്ടെങ്കിൽ അത് അറിയണ്ടേ മാം? അങ്ങനെ ഒരാൾ ഇതിനകത്തുള്ളതായിട്ട് നിനക്കുറപ്പുണ്ടോ? ഇവിടെ ആർക്കെങ്കിലും ഉറപ്പുണ്ടോന്ന്? ആർക്കെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ അത് മുന്നോട്ട് വന്ന് പറയണം. അലീനയ്ക്ക് മാത്രമാണോ ഈ സംശയം? ഈ സംശയം അലീനയ്ക്ക് മാത്രമേ ഉള്ളൂന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് അലീനയുടെ മനസ്സിൽ തന്നെ വെച്ചാ മതി. നമ്മുടെ ഹോസ്റ്റലിന് ഒരു അഭിമാന പ്രശ്നം ഉണ്ടായപ്പോ തന്റെ ഇടത്തോടെ നിങ്ങൾ പ്രതികരിച്ചു. നന്നായി മക്കളെ. ഇക്കാര്യത്തിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുക. നന്നായി കിട്ടിയല്ലോ. പെൺപിള്ളേരായാലേ ഇതുപോലെ പുലിക്കുട്ടികളാണ്, അല്ലാതെ അനാക്കൊണ്ട പോലെ ആവരുത്. അവര് സംശയിച്ചതുപോലെ ഒരുത്തൻ ഇതിനകത്തുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ പൊക്കും. നീയൊക്കെ സൂക്ഷിച്ചോ. വൃന്ദ എവിടെ? അവളവിടെ വിഷമിച്ച് കിടക്ക. ആരവിന്റെ കാര്യം ഓർത്തിട്ട കിരണേ, അവന്റെ കാര്യം പ്രശ്നമായിരിക്കാണല്ലോ. മിനിസ്റ്ററിന്റെ മോനും സംഘവും ആരവിനെ കൈ കിട്ടിയ എന്തേന്നും നമ്മൾ കണ്ടതല്ലേ. സംശയത്തിന് നേരില്ല നമ്മളിപ്പോ. ആരവ് നമ്മുടെ ഒപ്പം ഉണ്ടോന്ന് അലീന കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അലീന മാത്രമല്ല, മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എത്ര നാൾ ആരവ് ആരുടെ കണ്ണി പെടാതെ ഇങ്ങനെ പാത്തും പതുങ്ങിയൊക്കെ നടക്കും? ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായേ പറ്റൂ. നമ്മൾ ആരവിന് വാക്കുകൊടുത്ത സ്ഥിതിക്ക് അവനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. അത് ചെയ്യണ്ട. പിന്നെന്താ ഒരു പോംവഴി? ആരവിന്റെ അമ്മയെ കണ്ടെത്തണം. അവനെ അവന്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കണം. അത് മാത്രമാണ് ഏക പോംവഴി.
അവന് പോലും അവന്റെ അമ്മ എവിടാന്ന് അറിയില്ല. പിന്നെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കാനാ? ആരവന്റെ അമ്മയെ കണ്ടെത്താൻ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? അവന്റെ അമ്മ ഏതെങ്കിലും പുനരധിവാസ കേന്ദ്രങ്ങളിൽ ഉണ്ടാവൂലോ. അങ്ങനെ ഒരു സ്ഥലത്തുണ്ടാവാനാ സാധ്യത. നമ്മുടെ നാട്ടിൽ പുനരധിവാസ കേന്ദ്രങ്ങൾ ധാരാളം ഉണ്ട്. പക്ഷേ എവിടെ പോയി കണ്ടെത്തും? ഞാൻ ഗൂഗിളിൽ തപ്പിയപ്പം ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ ഈ സ്ഥലത്തുണ്ട്. അയാളെ കണ്ട് സംസാരിച്ചാൽ കാര്യം നടക്കും. ആരവിന്റെ അമ്മ അംബിക എവിടാന്ന് അറിയാനും കഴിയും. അങ്ങനെ ഒരാൾ ആരാ ഈ നാട്ടില്? അത് എന്തു പറ്റി ഷൈനി? തലയ്ക്കുള്ളില് എന്തോ പെട്ടെന്നൊരു മിന്നലടിച്ച പോലെ. അതെന്താ അങ്ങനെ? അറിയില്ല, ഇപ്പോ ചെറിയൊരു തലവേദന പോലെ. എന്നാ ഇനി ഇവിടെ ഇരിക്കണ്ട, എഴുന്നേറ്റ് വാ, പോയി കിടക്കാം. പോയി കിടക്കാം.